ഇസ്രയേലിലേക്ക് ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. പ്രകോപനമായത് ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യ അതീവ ജാഗ്രതയിലാണ്. ഏപ്രിലിലെ വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യമിടുന്നത്. ഏകദേശം 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ട്. ഈ മിസൈലുകളെല്ലാം തങ്ങളുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. എന്നാൽ ആക്രമണത്തിന്റെ വ്യാപ്തിയോ ലക്ഷ്യമിട്ട പ്രദേശങ്ങളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേലിൽ പലയിടങ്ങളിലും സൈറൺ മുഴങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ മന്ത്രി ഇറ്റാമാർ ബെൻ ഗിവർ രംഗത്തെത്തി. ഇന്ന് രാത്രി ടെഹ്റാൻ കത്തണമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ലെബനൻ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം. സ്ഥിതിഗതികൾ അതീവ സംഘർഷഭരിതമാണെന്നും മേഖലയിൽ കൂടുതൽ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സേന അതീവ ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV.